പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടെ ഇസ്രായേലിന് അടിയന്തരമായി ആയുധങ്ങൾ കൈമാറാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി നൽകിയിരിക്കുന്നു. ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമുള്ള സാധാരണ നടപടികൾ ഒഴിവാക്കി ഒരു അടിയന്തര തീരുമാനപ്രകാരമാണ് ഈ വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകുന്നത്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? എന്തൊക്കെ ആയുധങ്ങളാണ് കൈമാറുന്നത്? പരിശോധിക്കാം. US സെക്രട്ടറി മാർക്ക് റുബിയോയാണ് ഈ അടിയന്തര തീരുമാനത്തിന് പിന്നിൽ. എന്താണ് അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല. സാധാരണയായി ഒരു വിദേശ രാജ്യത്തിന് ആയുധം നൽകുമ്പോൾ US കോൺഗ്രസിൻ്റെ അനുമതിയും ദീർഘമായ പരിശോധനകളും ആവശ്യമാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ സുരക്ഷാ ഭീഷണി പരിഗണിച്ച് കോൺഗ്രസിനെ മറികടന്ന് ആയുധം നൽകാനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലവിലെ നടപടി. ഇസ്രായേലിൻ്റെ സൈനിക ആവശ്യങ്ങൾ അടിയന്തരമാണെന്നും രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നുമാണ് അമേരിക്കൻ നിലപാട്. ഏകദേശം $50 കോടി മൂല്യമുള്ള ആയുധ ഇടപാടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 450 കിലോയിലധികം ഭാരം വരുന്ന വലിയ 12,000 ബോംബുകളും ഭാരം കുറഞ്ഞ 10,000 ബോംബുകളും ഇടപാടിൻ്റെ ഭാഗമായി ഇസ്രായേലിന് ലഭ്യമാകും. ഗസയിലെയും ലബനൻ അതിർത്തിയിലെയും പോരാട്ടങ്ങളിൽ ഇസ്രായേൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ആർട്ടിലറി ഷെല്ലുകളും അനുബന്ധ ഉപകരണങ്ങളും കൂടുതലായി കൈമാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിൻ്റെ സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്പെയർ പാർട്സുകളും ഫ്യൂസുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് 13,000-ഓളം ടാങ്ക് വെടിമരുന്നുകൾ നൽകാനുള്ള തീരുമാനവും സമാനമായ രീതിയിൽ കോൺഗ്രസിനെ അറിയിക്കാതെ നടപ്പാക്കിയിരുന്നു. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ തീരുമാനം വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഗസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് വീണ്ടും ആയുധങ്ങൾ നൽകുന്നത് സംഘർഷം നീണ്ടു നിൽക്കാൻ ഇടയാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. കോൺഗ്രസിനെ മറികടന്നുള്ള ആയുധ വിൽപ്പനയിൽ US-ലെ ചില റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപ്പര്യമാണെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഈ നീക്കം പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രായേലിന് സൈനികമായ കരുത്ത് ലഭിക്കുമ്പോഴും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.